Hello friends, today we are going to discuss about the Kerala PSC, that is Dental Surgeon Examination. Okay, total we have 100 questions. So I will be dealing in 4 sessions, part 1, part 2, part 3 and part 4. The classes will be like, it is an explanation class, it will be in both English and Malayalam as it is a Kerala PSC examination. Okay, അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു സെഷൻസിൽ ഐ വിൽ ടേക്കിംഗ് 25 ക്വസ്റ്റ്യൻസ്. ഓക്കെ, വിൽ സോൾവ് ദ 25 ക്വസ്റ്റ്യൻസ്. ഇത് എ എ എ ആട്ടോ, എ പേപ്പറിൽ ബുക്ക്ലെറ്റ് ആണ്. അപ്പം വിൽ ഡിസ്കസ് ദി 25 ക്വസ്റ്റ്യൻസ്. I'll let you know which one is the answer, and I'll know why the three options are incorrect. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ സെഷൻസിൽ ഡിസ്ക്രിപ്ഷൻ പോകുന്നത്. പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിച്ച് വൺ ഈസ് എ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ, which one is a common sense question, and the severity of the question. ഇങ്ങനെ ആയിരിക്കും നമ്മൾ 3 ലെവലായിട്ട് പറയുന്നത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ 1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ match the following question. Match the following and choose the correct combination given below. So you have a column 1 and column 2, and column 1 it is the name of the joint, and column 2 is the type of the synovial joint. So you have to see there are A, B, C, D 4 options, and in column there are 5 options. So don't be confused about the question. Don't worry, ക്വസ്റ്റ്യനിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നതല്ല, ടൈപ്പിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളല്ല. ദിസ് ഈസ് എ പ്യുവർലി ഫാക്ച്വൽ ക്വസ്റ്റ്യൻ. അറിയാമെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എലിമിനേഷൻ ടെക്നിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇന്റർഫലാൻജിയൽ ജോയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥകിൻ്റെ ഒക്കെ ജോയിന്റിനാണ് ഹിഞ്ച് ജോയിന്റ്. വൺ സൈഡ് മൂവ്മെന്റ് ആയിരിക്കും, വിജാഗിരി എന്നൊക്കെ പറയും ഇൻ മലയാളം. ഓക്കെ, സോ സെക്കൻഡ് വൺ ഇസ് എ സുപ്രോ റാഡിക്കുലർ ജോയിന്റ്. സോ വാട്ട് വിൽ ബി ദ ഓപ്ഷൻ 3, അതായത് പിവോട്ട് ജോയിന്റ്. 3 പിവോട്ട് ജോയിന്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ സി, ഇഫ് യു നോ ദ ഫസ്റ്റ് വൺ ഇന്റർഫലാൻജിയൽ ജോയിന്റ്, ഇറ്റ് ഈസ് എ ഹിഞ്ച് ജോയിന്റ്. യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ എ ആൻഡ് ബി. അപ്പം എ 5 എന്നൊക്കെ ഓൺലി ദർ ആർ 2 ഓപ്ഷൻസ്. ഇങ്ങനെയാണ് നമ്മൾ എലിമിനേഷൻ ഒരു ആംഗിളിൽ പോകുന്നത്. അപ്പോൾ സിയും ഉണ്ട് ഡിയും ഉണ്ട്. റെസ്റ്റ് നമുക്ക് ഏതാണ്, ഡിയും സിയും ഏതാണ് ഓപ്ഷൻ എന്ന് മാത്രം അറിയാമെങ്കിൽ വിൽ ഗെറ്റ് ഇൻ ദ കറക്റ്റ് ആൻസർ. ഓക്കെ, so coming to the C, sternoclavicular joint. You know what is sternoclavicular joint? This is the sternoclavicular, and as I am lean you will be able to differentiate my muscles and okay. ഇതാണ് sternoclavicular. This one is a sternum, this is the clavicle bone. Beauty bone എന്ന് പറയാം ഫീമെയിൽസിലെ. beauty bone is called clavicle. Okay, അപ്പം ആ ജോയിന്റ് വരുന്നത് 4 ആയിരിക്കും, അതായത് ഒരു സാഡിൽ ജോയിന്റ് ആണ്. അപ്പം സി കറക്റ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ വിൽ ഗെറ്റ് ഇൻ ടു കറക്റ്റ് ഓപ്ഷൻ സി. അതായത് ഞാൻ പറഞ്ഞു വന്നത് എ 5 ആണെന്നറിയാം, സി എന്താണ് സാഡിൽ ജോയിന്റ് അറിയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സി ഓപ്ഷൻസിൽ എത്താം. എല്ലാ ഓപ്ഷൻസും നോക്കണം എന്നൊന്നുമില്ല. ഓക്കെ, ദിസ് ഈസ് എ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ. ഓക്കെ, കമ്മിങ് ടു സെക്കൻഡ് വൺ, എക്സാമ്പിൾ ഫോർ ദ സർക്കംപെന്നേറ്റ് മസിൽ. അപ്പം ഇങ്ങനെ മസിൽസിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് യൂഷ്വൽ ആണ്. സോ യു ഹാവ് ടു ഫോർ ദ കമ്മിങ് എക്സാംസ് യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദി മസിൽസ്, വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് മസിൽസ്, എങ്ങനത്തെയാണ്, അതായത് സ്കെലിറ്റലും വോളണ്ടറി ഇൻവോളണ്ടറി അതടക്കം നമ്മൾ പഠിക്കണം. സർക്കംപെന്നേറ്റീവ് പിന്നെ മൾട്ടിപെന്നേറ്റീവ് ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻസ്, സർക്കംപെന്നേറ്റ് മസിൽ വിച്ച് വൺ ദ ഫോളോയിങ് ഈസ് എ സർക്കംപെന്നേറ്റ്? ഡെൽറ്റോയിഡ് മസിൽ, ഗ്ലൂട്ടിയസ് മാക്സിമസ്, അഡക്ടർ മാഗ്നസ് മസിൽ, ടിബിയാലിസ് ആൻറ്റീരിയർ മസിൽ. ഇത് ദിസ് വൺ ഈസ് എ മോഡറേറ്റ് ക്വസ്റ്റ്യൻ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസിൽസ് ഒന്നും നമ്മൾ അനാട്ടമിയിൽ ഇൻഡെപ്ത് പഠിക്കണില്ല. ഇത് ഇൻഡെപ്ത്, അതായത് ഡെന്റൽ സർജൻ എക്സാംസ് അനാട്ടമിയിൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ് ആൻഡ് നെക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഗ്ലൂട്ടിയസ് മാക്സിമസ് മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈൻ്റെ നമ്മൾ IM എടുക്കുന്ന പൊസിഷനാണ്. ഡെൽറ്റോയിഡ് നിങ്ങൾക്ക് ടിബിയാലിസ് എവിടെ, ടിബിയ ഫിബുല വരുന്നത് ആ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ കൂടുതലായിട്ട് പഠിക്കണ മസിൽസ് അല്ല, എന്നുവെച്ചാൽ നമ്മുടെ UG ടൈമിൽ. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പഠിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഈസ് ടിബിയാലിസ് ആൻറ്റീരിയർ മസിൽ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മെന്റ് ഇൻ ദ ഡിസ്കഷൻ. ഓക്കെ, ടിബിയാലിസ് ആൻറ്റീരിയർ മസിലാണ്. ഇത് നമുക്ക് കാണാതെ പഠിച്ചാലേ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ എഴുതി വെക്കുക സർക്കംപെന്നേറ്റ് ഏതാണ്, മൾട്ടി ഏതാണ്, അല്ലെങ്കിൽ യുണി ഏതാണ്, ഇങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ടിബിയാലിസ് ആൻറ്റീരിയർ മസിൽ, അതായത് ഡി ഓപ്ഷനാണ് നമ്മുടെ സർക്കംപെന്നേറ്റ്. ടിബിയാലിസ് ആണ് ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഇവിടെ. ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ ടിബിയാലിസ് ആൻറ്റീരിയർ ആണ്. ഡെൽറ്റോയിഡ് മൾട്ടിപെന്നേറ്റ് ആണ്. ഓക്കെ, ഡെൽറ്റോയിഡ് മൾട്ടിപെന്നേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഡെൽറ്റോയിഡ് എന്ന് അറിയാലോ, ഡെൽറ്റോയിഡ് എവിടെ വരണേന്നൊക്കെ അറിയാം. ഗ്ലൂട്ടിയസ് മാക്സിമസ് നമ്മൾ IM എടുക്കുന്നതാണ്, യൂണിപെന്നേറ്റ് ആയിരിക്കും മസിൽ. നമ്മളിങ്ങനെ നിങ്ങൾക്ക് IM പൊസിഷൻ ചെയ്യാൻ എനിക്ക് അറിയുമെന്നറിയില്ല, ഡെന്റൽ സർജൻ OMF സർജൻസിന് അറിയാമായിരിക്കും. ഇങ്ങനെ നമ്മളൊരു പൊസിഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പൊസിഷൻ ചെയ്തിട്ട് കറക്റ്റ് ഇങ്ങനെ ഇതാക്കുന്നത്, അതായത് നമ്മൾ അറിയാലോ IM എടുക്കുന്ന പൊസിഷൻസ്, അതായത് നമ്മുടെ ബാക്കിൽ എടുക്കുന്ന പൊസിഷൻസിൽ നമ്മൾ എടുക്കണം, അതാണ് ഗ്ലൂട്ടിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ അഡക്ടർ മാഗ്നസ് മസിൽ. അപ്പം ഈ ഒരു അഡക്ടർ എന്ന് പറഞ്ഞ ടേം വരുമ്പോൾ യു ഹാവ് ടു സീ ദർ ഈസ് സംതിങ് ഫിഷി ഇൻ ദാറ്റ് ടൈം. അഡക്ടർ, ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കുക. അഡക്ടർ മാഗ്നസ് ഈസ് എ കോംപ്ലെക്സ് ലാർജ് ട്രയാങ്കുലർ മസിൽ ഓഫൺ ഡിസ്ക്രൈബ് ആസ് എ 2 പാർട്സ്. ഇതൊന്നും പഠിക്കണം, നമുക്ക് പഠിക്കേണ്ട പോലെ ദർ ആർ 2 പാർട്സ് ഫോർ ദിസ് മസിൽ, ദാറ്റ് ഈസ് അഡക്ടർ ആൻഡ് ഹാംസ്ട്രിങ് പോർഷൻസ്. Then it does not have a uniform cylindrical arrangement of circumambulate muscle.
അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് അറിയാമെങ്കിൽ യു ക്യാൻ എലിമിനേറ്റ് സി ഓപ്ഷൻ അഡക്ടർ മാഗ്നസ് മസിൽ. ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ, കാരണം ഡെന്റൽ ഹെഡ് ആൻഡ് നെക്ക് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. പിന്നെ നിങ്ങൾ കോച്ചിങ്ങിനൊക്കെ പോകണമെങ്കിൽ ഇറ്റ് ബി ഈസി ഫോർ യു. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ടിബിയാലിസ് ആൻഡ് ഇറ്റ്സ് എ ക്ലാസിക്കൽ എക്സാം ഫോർ സർക്കംപെനേറ്റ്. ഇനി മനസ്സിലാക്കേണ്ടത് വിച്ച് വൺ ഈസ് എ മൾട്ടി പെന്നേറ്റ് മസിൽ, വിച്ച് വൺ ഈസ് എ യൂണിപെന്നേറ്റ് മസിൽ. ഇത് മൂന്നും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ ഫോർ ദി കമ്മിങ് എക്സാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്സ് ആർ ആബ്സെന്റ് ഇൻ ദ ഫോളോയിങ് വെയിൻസ് എക്സെപ്റ്റ്. ഇതും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നമുക്ക് കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇറ്റ്സ് എ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, ടെസ്റ്റിക്കുലർ വെയിൻ, സുപ്പീരിയർ വീന കവ, സുപ്പീരിയർ മസിട്രിക് വെയിൻ, അംബ്ലിക്കൽ വെയിൻ. സോ ആൻസർ ഇസ് ടെസ്റ്റിക്കുലർ വെയിൻ. ഓക്കെ, എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത്, അതാണ് ഇതൊന്നും എക്സ്പ്ലനേഷൻ കൊടുക്കാത്തത് കേട്ടോ. അടുത്തത് സെസമോയിഡ് ബോൺ. ഫോർത്ത് ട്രൂ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ സെസമോയിഡ് ബോൺ. ദിസ് ഇസ് എൻ ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് വുവൺ ബോൺ. ഇത് നമ്മൾ എവിടെ പഠിക്കുന്ന ഡി എയിൽ മുതലേ പഠിക്കണതാണ്. ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് വുവൺ ബോൺ. അപ്പോൾ സെസമോയിഡ് ഒക്കെ എവിടെയാണെന്ന് അറിയാം എന്ന് പ്രതീക്ഷിക്കുന്ന അനാട്ടമിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഒബ്വിയസ്ലി ഇവിടെ ഞാനൊരു എലിമിനേഷൻ ഞാൻ പറഞ്ഞുതരാം, എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല, എന്നാൽ യു ഹാവ് ടു. സോ സെക്കൻഡ് ഈസ് ഇറ്റ് ഈസ് നറിഷ്ഡ് ത്രൂ ദ വെസൽസ് ഇൻ ദ ഹവേർഷ്യൻ. വുവൺ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് എന്താണ് ഹവേർഷ്യൻ കനാൽ വരുമോ ഇല്ലയോ എന്നൊരു ചോദ്യം വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താം. ഇനി ഒക്കെ അങ്ങനെ ഒക്കെ ഇഫ് യു ആർ നോട്ട് അക്സെപ്റ്റബിൾ വിത്ത് ദാറ്റ് വിൽ ഗോ ഇൻ അനദർ ഓപ്ഷൻ. ഓക്കെ, 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓസിഫൈസ് ആഫ്റ്റർ ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ പെരിയോസ്റ്റിയ. ഇവിടെ ആൻസർ വരുന്നത് ഓൺലി 1, 3 ആൻഡ് 4 ആണ് വരുന്നത്. 1ഉം 3ഉം 4ഉം. ചില ആൾക്കാർ സം സ്റ്റുഡൻസ് വിൽ തിങ്ക് ലൈക്ക് ദിസ്, വുവൺ ഉണ്ട് ഹവേർഷ്യൻ കനാൽ ഈസ് ഇറ്റ് കറക്റ്റ്, അങ്ങനെ ഒരു ചോദ്യം വരും. പിന്നെ കമ്മിങ് ടു സെസമോയിഡ്, ഇപ്പോൾ സെസമോയിഡ് ഈസ് ബോത്ത് ആർ കോൺട്രോവേഴ്സി ഓർ ബോത്ത് ആർ സിമിലാരിറ്റി ഇൻ നേച്ചർ, അങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇൻ ടു കറക്റ്റ് ആൻസർ. ഇല്ല എങ്കിൽ നല്ലപോലെ പഠിച്ചിട്ട് പിക്കൊക്കെ വരച്ച് വെച്ചാൽ പറ്റും. ഇനി അല്ലാത്തൊരാൾക്കാർക്ക് വേറൊരു കൈൻഡ് ഓഫ് സ്റ്റുഡൻസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, സെസമോയിഡ് ബോൺസിന് നമുക്ക് എന്തായിരിക്കും ഒരു ലിമിറ്റഡ് ബെഡ് സപ്ലൈ ആണ് ഉള്ളത്. ഓക്കെ, യു നോ ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് ബെഡ് സപ്ലൈ ദാറ്റ് എൻഡേഴ്സ് ഡയറക്ട്ലി വേ സെസമോയിഡ് ആർട്ടറീസ് ഫ്രം ദി സറൗണ്ടിങ് ഡിഷ്. ഇതൊന്നും പഠിക്കേണ്ട. അടുത്തത് വെൽ ഓർഗനൈസ്ഡ് ഹവേർഷ്യൻ സിസ്റ്റം വിത്ത് സെൻട്രൽ കാനൽ ദാറ്റ് ഇസ് എ ക്യാരക്ടറിസ് ഓഫ് എ കോമ്പാക്ട് ബോൺ. അതായത് നിങ്ങൾ പഠിക്കേണ്ടത് സെസമോയിഡിനാണെങ്കിൽ എന്തായിരിക്കും ഒരു കോമ്പാക്ട് ബോണിന്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ് 1ഉം 3ഉം 4. അപ്പം വീണ്ടും ഒരു ഡൗട്ട് വരുന്ന, ഓൾറെഡി ഇവർ വുവൺ എന്ന് പറഞ്ഞിട്ടില്ല, ദെൻ വൈ ക്യാരക്ടേഴ്സ് ഓഫ് കോമ്പാക്ട് ബോൺ എന്ന് വരുന്നത്. ഇതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം ഇത്രയും മനസ്സിലാക്കി വെക്കുക. നറിഷ്ഡ് ത്രൂ വെസൽസ് ഇൻ ദ ഹവേർഷ്യൻ കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ ബ്ലഡ് സപ്ലൈ എങ്ങനെയാണെന്ന് മാത്രം ചിന്തിച്ചിട്ട് ചെയ്യുക. ഇനി ചില നമ്മൾ കേട്ടിട്ടുണ്ട് ഇൻ സം PSCs ദർ വിൽ ബി സം കോൺട്രോവേഴ്സി ഇൻ ദ ആൻസർ. സംടൈംസ് ഇറ്റ് വിൽ ബി സി, സംടൈംസ് ഇറ്റ് വിൽ ബി ബി, സംടൈംസ് ഇറ്റ് വിൽ ബി സി. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രോവേഴ്സി വരുമ്പോൾ ദിസ് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്. ഓക്കെ, ഇനി സൂപ്പർഫിഷ്യൽ ഫേഷ്യ കണ്ടെയ്ൻസ് ഓൾ എക്സെപ്റ്റ്. ദിസ് ഇസ് എൻ ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, പഠിക്കാത്തവർക്കും ചെയ്യാം. I'll give a hint. Lymph node. You know where is lymph node? You can palpate the lymph node over here, right? ഇവിടെ lymph node palpate ചെയ്തില്ല. Inguinal lymph node, പിന്നെ ഈ ഭാഗത്തുള്ള lymph node, you can access that. Mammary glands. What about mammary glands? Let us give a break for that. Sebaceous gland. You know sebaceous gland where it is? Sebaceous gland. Okay. Muscles. Can you take this muscles? Tibia. This one. You can. Okay. This is all in superficial. Okay. Coming to the which you have to think of the question. Superficial fascia contains all except one of these 4 options does not have a superficial fascia. അതായത് ഇതിൽ ഒരെണ്ണത്തിൽ മാത്രം superficial fascia ഇല്ല. lymph node we can ഇങ്ങനെ ചിന്തിക്കാം. Think like this. Which all the things we can palpate? Lymph node, sebaceous gland, muscles. So coming to mammary gland, it's a deep thing, right? It's a deep thing. So can we locate it in a superficial fascia? No. Think like that. 1, 2. Oh, so sorry for that. 1, 2, and for mammary glands you can palpate, but it is somewhat deep inside. Okay, I'm sorry for the confusion. Okay, so coming to the 3 options, sebaceous gland, it will be difficult to see. Okay, extremely sorry for the confusion. Okay, so coming to the 6th question, it's an assertion recent questions. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് എയിംസ് ജിമ്മർ കണ്ടിട്ടുണ്ട്, പിന്നെ UPSC പാറ്റേണിൽ ഞാൻ കണ്ടിട്ടുണ്ട്. UPSC പാറ്റേൺ പിന്നെ IBPS റെയിൽവേ എക്സാംസിനൊക്കെ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് നമ്മൾ നോർമലി ചെയ്യണേന്ന് പറഞ്ഞാൽ വീൽ റീഡ് ദ അസോഷൻ ആൻഡ് റീസൺ സെപ്പറേറ്റ്ലി ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് ഇൻ ബിറ്റ്വീൻ അസോഷൻ ആൻഡ് റീസൺ വെൻ യു പ്ലേസ് എ ബിക്കോസ് വെൻ യു ഗെറ്റ് ദ കറക്റ്റ് ആൻസർ it will be the option A. Okay, then read assertion, read reason. If one of the thing is wrong, that assertion is wrong ആണെങ്കിൽ you will get into a D option. If reason is wrong, we will get into a C option. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ബിക്കോസ് ഇട്ട് വായിക്കുന്ന സമയത്ത് if you didn't think these two are not matching, you will get into option B. ഇങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്ക് അസോഷൻ റീസണിൽ വർക്ക് ചെയ്യുന്നത്. സോ കമ്മിങ് ടു ദി ക്വസ്റ്റ്യൻ,
Assertion: sympathetic nervous system is known as the thoracolumbar outflow. ഇനി ഞാൻ ബിക്കോസ് ഇട്ട് വയ്ക്കാം. ബിക്കോസ് സെൽ ബോഡീസ് ഓഫ് ദ ഗാംഗ്ലിയോണിക് ന്യൂറോൺസ് സിമ്പത്തറ്റിക് systems are located in the ventral horns of all thoracic segments of the upper two lumbar segments of the spinal cord. ഇനി വേറൊരു എലിമിനേഷൻ ടെക്നിക്കും കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. അതായത് നമ്മൾ ഈ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് വരുവാണ്, എക്സ്ട്രീം വേർഡ്സ്. അതായത് ഇവിടെ ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, എവറി എന്ന് പറഞ്ഞ ഒരു അർത്ഥം വരുവാണെങ്കിൽ ഒബ്വിയസ്ലി ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. മോസ്റ്റ് ഓഫ് ദി കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഈ ഓൾ എന്ന ഓപ്ഷൻ തെറ്റായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, ഈ റീസൺ ഫോൾസ് ആയി പോകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റും, ഓപ്ഷൻ സി കിട്ടും. ഇനി ഇതിന്റെ എന്താണ്, നമുക്ക് ഇതിന്റെ തിയറട്ടിക്കൽ എന്ത് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്, വെൻട്രൽ ഹോൺസ് എന്നാണ്. പക്ഷെ ഇവിടെ എന്തായിരിക്കും, ലാറ്ററൽ ഹോൺസിലായിരിക്കും വരുന്നത്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചെയ്തുള്ള ശീലം കൊണ്ടാണ് ഞാൻ ഓൾ എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാം പഠിച്ചിട്ടൊന്നും പോകാൻ എല്ലാവർക്കും പറ്റൂല. ഓക്കെ, കമ്മിങ് ടു ദ 7th question, which of the following statements apoptosis is correct? ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻകറക്റ്റ് എന്ന് ചോദിക്കാം, കറക്റ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഇൻകറക്റ്റ് കറക്റ്റ് ആകുമ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. അറിയാലേ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സെൽ സൂയിഡ്. അതുപോലെ അബ്നോർമൽ അപ്പോട്ടോസിസ് ഒക്കോസ് ഇൻ ഓട്ടോഇമ്യൂൺ ഡിസീസസ് ആൻഡ് ക്യാൻസർ. ഓക്കെ, ഇനി ഞാൻ ഈ 3 സ്റ്റേറ്റ്മെന്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറയാം. പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ സെൽ സൂയിസൈഡ് ചെയ്യുന്ന അർത്ഥമല്ല. അപ്പോൾ 1ഉം 2ഉം വരത്തില്ലേ. 1ഉം 2ഉം ഒന്നിച്ച് വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? You can see B and C. 1ഉം 2ഉം both are coming in both B and C. Okay, so we have a confusion about the option C. Okay, abnormal apoptosis occurs in autoimmune disease and cancer. You know what is cancer? Cancer എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡെത്തായി പോകുന്ന ഇതിനെ, ഒരു അസുഖത്തിനെ പറയുന്ന പേരാണ് ക്യാൻസർ. അപ്പോൾ ഒബ്വിയസ്ലി സെൽസുമായിട്ടും ക്യാൻസറുമായിട്ട് നല്ല റിലേഷൻ ഇല്ല. അപ്പോൾ ഓപ്ഷൻ സി വന്നൂടെ. ദിസ് ഈസ് ലോജിക്കൽ കണക്ഷൻ കേട്ടോ. ഇഫ് യു ഡിഡ്ന്റ് സ്റ്റഡി എനിത്തിങ് അബൌട്ട് ദിസ്, യു ക്യാൻ ലോജിക്കലി തിങ്ക്. ജസ്റ്റ് കമ്പയർ ദ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആ വരുന്നത് കേട്ടോ. This is an easy question. 7th one is an easy question. Coming to 8th one is also an easy question. ഇതിൽ which one of the following statements are correct about the sodium potassium ATPase electrogenic pump? Okay, so second one is it accounts for the large part of basal metabolism. ഇത് ഭയങ്കര ഫാക്ച്വൽ ആണ്, പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും കൊടുത്തേക്കുന്നത്. നീഡ് ഫോർ ജനറേഷൻ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പം എക്സ്പ്ലനേഷനിൽ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് എലിമിനേഷൻ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ഫാക്ച്വൽ നമ്മൾ ഇലക്ട്രോജനിക് പമ്പ് ആയിരിക്കും വരുന്നത്. കാരണം എന്തുകൊണ്ടാണ് റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ലൈനൊക്കെ വരച്ചിട്ട് ഫിസിയോളജിയിലൊക്കെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പോട്ടെ നെഫ്രോ ഇതിൽ പഠിച്ചിട്ടില്ല, ഫിസിയോളജിയിൽ നമ്മൾ പഠിച്ചിട്ടില്ല. അതേ സെയിം കാര്യം തന്നെ. 3 പോസിറ്റീവ് സോഡിയം അയോൺസ് ഔട്ട് ഓഫ് ദ സെൽസ് ഫോർ എവരി 2. അതായത് 3 സോഡിയം ഫോർ 2 പൊട്ടാസ്യം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും, വാട്ട് വിൽ ഹാപ്പൻ, ദർ വിൽ ബി നെറ്റ് പോസിറ്റീവ് മൂവ്മെന്റ് ഓഫ് വൺ എലമെന്റ്. അതായത് 3 സോഡിയവും 2 പൊട്ടാസ്യവും ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായിരിക്കും, ഒരു നെറ്റ് എന്ന് പറഞ്ഞാൽ 1 പോസിറ്റീവ് ചാർജ് ഔട്ട് ഓഫ് ദ സെൽ സൈക്കിൾ ആയിരിക്കും. ഇങ്ങനെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. അതായത് സോഡിയം എങ്ങോട്ടാണ് പോണത് നോക്ക്, ഹൈ എക്സ്ട്രാ സെല്ലുലാർ സോഡിയം, ഹൈ ഇൻട്രാസെല്ലുലാർ പൊട്ടാസ്യം ആണ്. അതായത് സെല്ലിന്റെ ഉള്ളിൽ പൊട്ടാസ്യം, സെല്ലിന്റെ പുറത്ത് സോഡിയം ആണ് എക്സസ് വരുന്നത്. അപ്പം ഇത് ദിസ് ഈസ് വൺ ഈസ് ക്രൂഷ്യൽ ഫോർ നെർവ് ആൻഡ് മസിൽസ് ടു ബി എക്സൈറ്റബിൾ സ്റ്റേജ് വരാൻ ദിസ് മസ്റ്റ് ബി ക്രൂഷ്യൽ. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ ദാറ്റ്, വിച്ച് വൺ ഈസ് എക്സസ് ഇൻ ദി ഔട്ട്സൈഡ് sodium. So what will happen, it will get into the cell, അതായത് influx of sodium in which stays depolarization and efflux of the potassium. Why? Because potassium is increased, അല്ലെങ്കിൽ high potassium, intracellular potassium is in the cell. So inside the cell potassium is more. So what will happen, it will comes out of the cell during repolarization. So this one is called the action potential, which together will form a action potential. ഇതാണ് ഇതിന്റെ explanation പറഞ്ഞത്. So coming to this statement, electrogenic pump ആണ്. Why? Because sodium potassium ATPase ആണ്, large part of basal metabolism obviously. So needed for generation of action potential. Why? Sodium in and potassium out. Okay, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അതുപോലെ 9th ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ദിസ് വൺ ഈസ് എൻ ഈസി ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ 9th 10th മുതൽ ഓസ്മോസിസ് എന്താ, ഡിഫ്യൂഷൻ എന്താ, പിന്നെ സെമി പെർമിയബിൾ മെമ്പറൈനില്ല, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താ, ഈ ടേംസ് എല്ലാം നമ്മൾ പഠിക്കണേ. അതുകൊണ്ട് ദിസ് വൺ ഈസ് എൻ ഈസി ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് പഠിച്ചില്ലെങ്കിൽ ഓക്കെ ആണ്. ഇനി വായിച്ചു നോക്കുക. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഇറ്റ് occurs in the direction opposite to the electric gradient, does not require any energy. അപ്പോൾ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 1ഉം 3ഉം ആണ്. അപ്പോൾ ഞാനൊരു എലിമിനേഷൻ ടെക്നിക്ക് പറഞ്ഞുതരാം. ഇവിടെ 2 നോക്ക്,
ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നേ ശരിയാവത്തുള്ളൂ. നോർമലി PSC എക്സാംസിൽ കണ്ടുവരുന്നതാണ്. രണ്ട് സിമിലർ സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ only one of the statement will be correct. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ if two statements looks alike, only one of the statements will be correct. Okay, അല്ലെങ്കിൽ one of the statement will be incorrect. എങ്ങനെ വേണേലും പറയാം. അപ്പോൾ 1ഉം 2 ഒന്നിച്ച് വരുന്നത് വരത്തില്ല. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് പോയി, 3 പോയി, അല്ല സി പോയി. അതുപോലെ ബി 1ഉം 2 ഒന്നിച്ച് വരുന്നത് പോയി. പിന്നെ റെസ്റ്റ് ഏതായിരിക്കും വരുന്നത്? 2ഉം 3 ആണ് വരുന്നത്. ഇനി ഞാൻ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാം. ദേ മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദെയർ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ് ആയിരിക്കും വരുന്നത്. ഇനി അടുത്തത് എന്താണെങ്കിലും നമ്മളൊരു ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന്റെ കൂട്ടത്തിലാണ് പോകുന്നത്. എനർജി ഒന്ന് റിക്വയർ ചെയ്യണം നമുക്ക് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുത്തേക്കുന്നത്. ഡി മനസ്സിലായോ? Okay, this one is easy question. So coming to the 10th question, it is also an easy question. അതായത് ബ്ലഡ് നമ്മൾ ഫിസിയോളജി എന്നാണ് തോന്നി പോർഷൻ ആണ്, ഈ ഫിസിയോളജി ആണ് വന്നേക്കുന്നത്. അപ്പം ഈസി ക്വസ്റ്റൻ ആണ്. ടോട്ടൽ ബ്ലഡ് വോളിയം എന്ന് പറഞ്ഞാൽ 8% ബോഡി വെയിറ്റ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. അടുത്തത് about 1/3 of the total body water extracellular and 2/3 is intracellular fluid. അടുത്തത് interstitial fluid is 75% of extracellular fluid. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 1, 2 and 3. ഇനി ഇതിൽ വേണമെങ്കിൽ ഞാൻ വേറൊരു ആംഗിളിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം. ടോട്ടൽ ബോഡി അറിയാം. ഇതിൽ 1/3 എക്സ്ട്രാ സെല്ലുലർ പറയുമ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും 2/3 ഇൻട്രാസെല്ലുലർ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ വലിയ കുഴപ്പമില്ല. PSCയിൽ അവർ സാധാരണ വാല്യൂസ് ഇന്റർചേഞ്ച് തരുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഇൻകറക്റ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ നമ്മുടെ ഭാഗ്യവശാൽ എല്ലാം ഒരേപോലെയാണ് തന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാം, എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ആയിരിക്കത്തില്ല കുറവ്, നമുക്ക് ഇൻട്രാസെല്ലുലർ ഫ്ലൂയിഡ് ആയിരിക്കത്തില്ല ഒബ്വിയസ്ലി കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ ഇൻട്രാസെല്ലുലർ ഫ്ലൂയിഡ്സ് അക്കൗണ്ട് ഫോർ എന്തായിരിക്കും 75% ഓഫ് ECF ഫ്ലൂയിഡ്. ശരിയല്ല. ഇനി വേറൊരു ആംഗിൾ ഞാൻ പറയാം. 2/3 1/3 ഇതിൽ 2/3 അല്ലേ വലുത് വരുന്നത്. ഈ 2/3 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 75% ഓഫ് ECF. അപ്പോൾ ഇൻട്രാസെല്ലുലർ ഫ്ലൂയിഡ് 2/3 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻട്രാസെല്ലുലർ ഫ്ലൂയിഡ് 75%. അപ്പോൾ രണ്ട് ഓപ്ഷൻസും ശരിയല്ലേ. രണ്ട് ഓപ്ഷൻ ഒന്നിച്ച് വരുന്ന ഏതായിരിക്കും? 2ഉം 3 ഒന്നിച്ച് വരുന്ന ഓപ്ഷൻ സി അല്ലേ ഉള്ളൂ. അങ്ങനെ തിങ്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻ ആൻസർ. ഓക്കെ, അടുത്തത് about mitochondria. This one is an moderate question, not easy, not very tough. Okay, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയുന്നത് മൈറ്റോകോൺട്രിയ ATP പ്രൊഡ്യൂസ്. മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെൽ. ഫസ്റ്റ് വരുന്ന പവർ ഹൗസ് ഓഫ് ദ സെൽ ആയിരിക്കും ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ ഏതാ ഉള്ളത് നോക്കും. ഒന്നാമത്തെ ഓപ്ഷൻ ഇതുണ്ട്, 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്തു. ഇനി 1ഉം അല്ല ബിയും സിയും ഡിയും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയാം മൈറ്റോകോൺട്രിയൽ ഇൻഹെറിറ്റൻസ് മെറ്റേണൽ ആണെന്നറിയാം. ഇതൊരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആണ്. 2ഉം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഷുവർ ആയിട്ട് നമുക്ക് 1, 2, 3 എന്ന ഓപ്ഷനിലോട്ട് 1ഉം 2ഉം പോകാം. അപ്പോൾ ഇത് പറ്റി നമുക്ക് ബിയും സിയിലും നമ്മൾ നിന്നു. സോ വി എലിമിനേറ്റഡ് ഓപ്ഷൻ എ ആൻഡ് ഡി. സോ വി അറൈവ്ഡ് ഇൻ ഓപ്ഷൻ ബി ആൻഡ് സി. ഓക്കെ, 1, 2 ഓർ 1, 2 or 3. ഇനി 3 എന്ന് പറഞ്ഞാൽ പ്യുവർലി ഫാക്ച്വൽ ആണ്. അതായത് അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൈറ്റോകോൺട്രിയ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ടൈംസിൻ്റെ ആയിട്ട് പറയുന്നുണ്ട്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നതാണ്. നമുക്ക് ചുമ്മാ എലിമിനേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ മോഡറേറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ പ്രൊവൈഡ്സ് ATP ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, ആ സ്റ്റേറ്റ്മെന്റാണ് ഞാൻ പറഞ്ഞ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വേണ്ടി പറഞ്ഞത്. പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലേമൺ ടൈമിൽ പവർ ഹൗസ് ഇറ്റ് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി പവർ ഹൗസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മൈറ്റോകോൺട്രിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ATP. സോ തിങ്ക് ഇൻ ദാറ്റ് വേ. ഓക്കെ, ഇനി for the next exam you have to study cells ATP through oxidative phosphorylation. It will occur in the inner mitochondrial membrane, not in extra outer. It's an inner mitochondrial membrane. Okay, I think ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയുന്നത്. കുഴപ്പമില്ല, ഒരിച്ചിരി സ്പീഡ് കുറച്ചിട്ട് ഇതാക്കിയേക്കണേ. 12th question, ഗ്യാപ്പ് ജംഗ്ഷൻ. ഇറ്റ് ഈസ് ആൻ ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ജംഗ്ഷൻ്റെ ഇടയിൽ ഗ്യാപ്പ്. അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചിട്ട് എക്സാമിന് പോവുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, it permits rapid propagation of electrical activity from one cell to another. ഓക്കെ, എന്താണെങ്കിലും ഒരു ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂറോൺസിൻ്റെ നെർവ് കണ്ടക്ഷൻ പഠിച്ചിട്ടുണ്ട്. നോട്ട്സ് ഓഫ് റാൻവിയർ, അതിനുള്ള ആക്സോൺസ്, മൈലിൻ ഷീത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും റാപ്പിഡ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലിലോട്ട് വേണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ബിയും സിയും ഡിയും ഉണ്ട്. ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ എ ചാനൽ ദാറ്റ് കണക്ട്സ് 2 cells. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷന് നമുക്ക് എന്താണ് ഏകദേശം ശരിയാണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസാ? ബിയും ഉണ്ട്, സിയും ഉണ്ട്, ഡിയും എയും നമ്മൾ എലിമിനേറ്റ്. ആ സിംപ്ലി പാസീവ് ആൻഡ് നോൺ സ്പെസിഫിക് കണ്ടിന്യൂറ്റി. അതായത് അപ്പോൾ ഇതിൽ നമുക്കൊന്ന് സിംപ്ലി പാസീവ് ആണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷനിലോട്ട് എല്ലാത്തിനെയും നമ്മൾ കണ്ടക്ട് ചെയ്യുമോ?
നിർബന്ധമില്ല. പക്ഷെ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്യാപ്പ് ജംഗ്ഷനിൽ കണക്കാക്കുന്നത്. അപ്പോൾ ഈ സെലക്റ്റീവ് എന്ന വാക്ക് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ വിൽ ഗെറ്റ് ടു ആൻസർ. 3 തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഏതാണ്? എയും ബിയും. റീസൺ എന്ന് പറഞ്ഞാൽ ദേ ആർ ഹൈലി സെലക്റ്റീവ്. ഓക്കെ, സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാം. അതായത് നമ്മൾ ചായ ഒഴിക്കുമ്പോഴത്തേക്കും ചായയുടെ പേര് എന്താണ്? ചായ മാത്രമേ താഴെ പോകത്തുള്ളൂ. നമ്മുടെ ചായയുടെ തേയില ആ ഇതിലിരിക്കുന്നതാണ് നമുക്ക് ഈ ഒരു മെക്കാനിസം വെച്ച് പറയുന്നത്. ഓക്കെ, 13th question. Which of the following is a പ്രോ അപ്പോപ്ടോപിക് ഏജന്റ്? ഇതൊരു ടഫ് ക്വസ്റ്റൻ ആണ്, നല്ല ടഫാണ്. പിന്നെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. ഓപ്ഷൻ വരുന്നത് BAX ആണ്, അതായത് BCl2 അസോസിയേറ്റ് എക്സ് പ്രോട്ടീൻ. ഇതെന്ന് പറഞ്ഞാൽ പ്രോ അപ്പോട്ടോപിക് ഏജന്റ് ഏതാണെന്ന് നമുക്ക് അറിയേണ്ടത്. അതായത് പ്രോ അപ്പോട്ടോപിക് ഏജന്റ് സെൽ ഡെത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? BAXCL അല്ലെങ്കിൽ പ്രോ, മനസ്സിലായല്ലോ? പ്രോ അപ്പോട്ടോപിക് ഏജന്റ് സെൽ ഡെത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏജന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഇതിൽ 1 ഓപ്ഷൻ തന്നെ BAX ആണ്. അപ്പൊ ബാക്കി ഓപ്ഷൻസ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് ആണ് ഞാൻ ചോദിച്ചു തരാം കേട്ടോ. BCl2 എന്ന് പറഞ്ഞാൽ ആന്റി എന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ്, സെൽ ഡെത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ സി ഓപ്ഷൻ BAL എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ കോമൺലി റെക്കഗ്നൈസ്ഡ് പ്രോട്ടീൻ എന്ന് കണ്ടു. അപ്പോട്ടോസിസിൽ വരുന്ന ഒരു സാധനമേ അല്ല ഇത് കേട്ടോ. അടുത്തത് BAD എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോ അപ്പോട്ടോപിക് ഏജന്റ് ആണ്. പക്ഷേ BADനെ BAXനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്ക് BADനേക്കാളും കുറച്ചും കൂടി ഇതായിട്ട് BAX ആയിരിക്കും. പിടികിട്ടിയല്ലോ? ഇനി മനസ്സിലാക്കേണ്ടത് ചില സ്റ്റുഡൻസ് A മാർക്കും ചില സ്റ്റുഡൻസ് D മാർക്കും. കാരണം ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ പ്രോ അപ്പോട്ടോപിക് ആണ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഓപ്ഷൻ വരുന്ന A ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ വരുമ്പോഴായിരിക്കും PSCയിൽ എന്താണ് ആൻസർ കീയിൽ ഒരു വ്യത്യാസം വന്നതെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് റീസൺ കേട്ടോ. ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ വിട്ടുകളയാം, വെറുതെ നെഗറ്റീവ് അടിക്കാൻ നിൽക്കേണ്ട. തീരെ പറ്റണില്ലെങ്കിൽ 2 ഓപ്ഷൻസിൽ എത്താൻ പറ്റുന്നില്ലെങ്കിൽ വിട്ടുകളയാം കേട്ടോ. ഇതൊരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മൈക്രോഫേജ് ആക്ടിവേഷൻ ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് അറിയാമായിരിക്കും. ഇച്ചിരി ഓർമ്മ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇന്റർഫെറോൺ ആൽഫ, IL4, IL13, TNF, ഇതാണ് ഇതിൽ ഏതാണ് ഫാക്ടർ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓപ്ഷൻ വരുന്നത് INF ആൽഫ ആണ്, അതായത് ഇന്റർഫെറോൺ കേട്ടോ. ഇതിന് വേറൊരു പേരെന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറയുന്നത്, M1 ആക്ടിവേഷൻ ആയിരിക്കും. ഇതിൽ ഏറ്റവും മോസ്റ്റ് പൊട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദിസ് വൺ ഫോർ ദ ക്ലാസിക്കൽ മൈക്രോഫേജ് ആക്ടിവേഷൻ ഇസ് ഇന്റർഫെറോൺ ആൽഫ. ഓക്കെ, സോ ദിസ് ഈസ് എ കീ കമ്പോണന്റ് ഓഫ് ദ ഇന്നേറ്റ് ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഫോർ ഇന്റർസെല്ലുലർ പത്തോജൻസ്. അറിയാലോ മൈക്രോഫേജ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്, ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കമ്മിങ് ടു B and C. ഇന്റർലൂക്കിൻ അറിയാലോ 4ഉം 13 എന്ന് പറഞ്ഞാൽ ഇൻവോൾവ് ഇൻ ഓൾട്ടർനേറ്റീവ് M2 മൈക്രോഫേജ് ആക്ടിവേഷൻ പാത്വേ. ഇത് നിങ്ങൾ ഫിസിയോളജിയിൽ അല്ലെങ്കിൽ ഇതിൽ പഠിച്ചേക്കണം, നമ്മുടെ വൂണ്ടിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പഠിച്ചേക്കണം. ഇത് നോർമലി അസോസിയേറ്റ് ഫോർ വൂണ്ട് ഹീലിംഗ് ആൻഡ് ടിഷ്യൂ റിപ്പയർ ആയിരിക്കും. ഇനി TNF എന്ന് പറഞ്ഞാൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു മൈക്രോഫേജ് ആക്ടിവേഷൻ. പക്ഷേ ഇത് മറ്റേ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ IFN ആൽഫൻ കൺസിഡേഴ്സ് ആസ് എ മോസ്റ്റ് പൊട്ടന്റ് സ്റ്റിമുലന്റ് ഫോർ ദി ഫുൾ ക്ലാസിക്കൽ ആക്ടിവേഷൻ. ഇതിലും ഒരു കോൺട്രവേഴ്സി വരാം, Aയും D എന്ന് പറഞ്ഞ ഓപ്ഷൻസ് വരാം. പക്ഷേ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് A ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഇതാക്കും, 2 ഓപ്ഷൻസിൽ നിൽക്കുന്നത് തീരെ കൺഫ്യൂസിംഗ് ആണ്. യു ഹാവ് ടു സ്കിപ്പ് ദാറ്റ് ക്വസ്റ്റ്യൻ, ഡോണ്ട് ഗെറ്റ് ഇൻടു നെഗറ്റീവ്. കിട്ടിയല്ലോ? ഇത് എളുപ്പം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പഠിച്ചവർക്ക് എളുപ്പമാണ്. കാരണം ഇതിലൊന്നും നമുക്ക് എലിമിനേഷൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് ട്രിക്സ് ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എംബോളിസം എന്താണെന്ന് അറിയാം എന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. എംബോളിസം ഒക്കെ നമ്മൾ എന്താണ് ജനറൽ മെഡിസിനിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ അങ്ങനെ വെച്ചിട്ട് ഞാൻ പോകുന്നു. ഓക്കെ, വീനസ് എംബോളിസം പാസിംഗ് ത്രൂ ദ ഇന്റർ ആർട്ടീരിയൽ ഡിഫക്ട് ഗെയിനിങ് ആക്സസ് ടു സിസ്റ്റമിക് ആർട്ടീരിയൽ സർക്കുലേഷൻ. ഇത് ഏത് കൈൻഡ് ഓഫ് എംബോളിസം ആണ്? പഠിക്കാത്തവർക്ക്, മെഡിസിൻ സ്കിപ്പ് ചെയ്തവർക്ക് ഇത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി എക്സ്പ്ലനേഷനോട് തരാം കേട്ടോ. അപ്പം ഓപ്ഷൻ വരുന്നത് പാരാഡോക്സിമൽ എംബോളിസ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഈ എംബോളിസം എന്ന് പറഞ്ഞാൽ? എംബോളിസം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് ക്ലോട്ട് പോലത്തെ സാധനമാണ്. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, കാരണം ഈ 15 ക്വസ്റ്റ്യൻ്റെ ഇത് തന്നെയാണ് എന്താണ് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വേറൊരു ആംഗിളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെന്ത് ചെയ്യും? ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു വീനസ് സർക്കുലേഷൻ ആണ്. വാട്ട് വിൽ ദെൻ ഹാപ്പൻ? ഇറ്റ് വിൽ ക്രോസ് ഓവർ ദി സിസ്റ്റമിക് ആർട്ടീരിയൽ സർക്കുലേഷൻ ത്രൂ ആൻ അബ്നോർമൽ കണക്ഷൻ ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ്സ് ഓഫ് ദി ഹാർട്ട്. ഓക്കെ, ഇനി ആ സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ? മോസ്റ്റ് കോമൺലി എ പെറ്റൻ ഫൊറാമൻ ഒവേൽ ഓർ ആൻ AST ഡിഫക്റ്റ് എന്താണെന്ന് അറിയാം. ഓക്കെ, ഇനി ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ വീനസ് സർക്കുലേഷൻ ഉണ്ടല്ലോ, ഈ എംബോളിസം എന്ത് ചെയ്യും? ഒരു അബ്നോർമൽ കണക്ഷൻ ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട്. വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ഗെറ്റ് ഇൻ ടു സിസ്റ്റമിക് ആർട്ടീരിയൽ സർക്കുലേഷൻ. ഇനി മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു AST ഡിഫക്റ്റ്, ആർട്ടീരിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ഒക്കെ ആയിരിക്കും ഇതാക്കുന്നത്. മനസ്സിലായല്ലോ?
ഇനി ഇനി ബാക്കി എംബോളിസം ഒക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ നോക്കാം. ഓക്കെ, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ പ്രോസസ്സ്, അതായത് പാരാഡോക്സിക്കൽ എംബോളിസ് വന്നാൽ ദിസ് പ്രോസസ് ബൈപ്പാസസ് എ ടിപ്പിക്കൽ റൂട്ട് വേറെ വീനസ് എംബോളിസം വുഡ് ട്രാവൽ ടു ദ ലങ്സ്. എന്ത് ചെയ്യും? ഇതിനെ ബൈപ്പാസ് ചെയ്ത് പോകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പേഷ്യൻ്റ് ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ്, അല്ലെങ്കിൽ ഒരു 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 ഡിസീസാണ് പൾമണറി എംബോളിസം. എന്താണെന്ന് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനി ബാക്കി 3 എന്തുകൊണ്ടാണ് തെറ്റ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സാഡിൽ എംബോളിസം. സാഡിൽ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ തൂങ്ങി കിടക്കുന്ന എന്നൊരു സാഡിൽ എന്നൊരു ഫീൽഡ് നമ്മൾ പ്രോസ്റ്റോയിലൊക്കെ പഠിച്ചിട്ടില്ലേ? സാഡിൽ എന്ന് പറഞ്ഞിട്ടൊരു പോണ്ടിക്സിലൊക്കെ പഠിക്കുമല്ലോ. സാഡിൽ എംബോളിസം പറഞ്ഞാൽ ലാർജ് പൾമണറി എംബോളിസം. ഇനി ദാറ്റ് സ്ട്രാഡിൽസ്, അത് നമ്മൾ തൂങ്ങിക്കിടക്കുക, ദ ബൈഫർക്കേഷൻ ദ മെയിൻ പൾമണറി ആർട്ടറി, ബൈഫർക്കേഷൻ്റെ അവിടെയാണ് ഇതിന് പ്രശ്നങ്ങൾ വരണത് കേട്ടല്ലോ. ഇനി ഇനി ഞാൻ പറഞ്ഞ ടേംസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്ന കൺസെപ്റ്റും വേറെ ആയിരിക്കും. ഇത് രണ്ടുമായിട്ട് ക്ലബ് ചെയ്തിട്ട് പോകണം. കാരണം ഞാൻ ഒരു ടെക്സ്റ്റ് റെഫർ ചെയ്തു, നിങ്ങൾ വേറെ ടെക്സ്റ്റ് റെഫർ ചെയ്ത് പഠിച്ചു, പക്ഷെ കണ്ടന്റ് എല്ലാം ഒന്നാണ്, പക്ഷെ നമ്മൾ എക്സ്പ്ലെയിൻ ദ വേ ഐ എക്സ്പ്ലെയിൻ ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, അടുത്ത റിട്രോഗ്രേഡ് എംബോളിസം. എംബോളിസിസ് ട്രാവൽ എഗൈൻസ്റ്റ് നോർമൽ ഫ്ലോ. ഇറ്റ് വിൽ എംബോളിസം ആണ്, ഇറ്റ് വിൽ ബി ഒബ്വിയസ്ലി എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ടു ദി നോർമൽ ഫ്ലോ ഓഫ് ബ്ലഡ്. ഇതിൽ നോക്ക്, റിട്രോ എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് എന്നാണ് അർത്ഥം, ശരിയല്ലേ? ഓഫൺ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് അനാറ്റമിക് കണ്ടീഷൻ, ഏത് അനാറ്റമിക് കണ്ടീഷൻ വേണമെങ്കിലും. So next one is venous embolism. Embolus located within a vein. It does not describe the specific event of it entering into arterial circulation via interarterial defect. ഇന്റർ ആർട്ടീരിയൽ ഡിഫക്റ്റിൽ ആകെ എന്താണ് നമുക്ക് മൂവ്മെന്റ് വരുന്നത്, അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്നത് എന്തായിരിക്കും? പാരാഡോക്സിക്കൽ എംബോളിസത്തിന് മാത്രമേ ഉള്ളൂ ഒരു സിസ്റ്റമിക് ആർട്ടീരിയൽ സർക്കുലേഷൻ എൻറ്റർ ചെയ്യുന്നത്, ഇന്റർ ആർട്ടീരിയൽ ഡിഫക്റ്റ് വരുന്നത്. ഓക്കെ, ഇതിലെ കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ എംബോളിസം വിത്ത് ഇന്റർ ആർട്ടീരിയൽ ഡിഫക്റ്റ് ആണ്. ഓക്കെ, ഇത് മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 16 പ്രോസ്റ്റാഗ്ലാൻഡിൻ ഡീറ്റൻ ഇസ് പ്രൊഡ്യൂസ് ഇൻ മാസ് സെൽസ് ബൈ. ഇതിൽ നമ്മുടെ ഓപ്ഷൻ വരുന്നത് സൈക്ലോ ഓക്സിജനേസ് പാത്വേ ആണ്. എന്നാലും എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി എന്താണ് ബാക്കി ഓപ്ഷൻസ് തെറ്റായി എന്ന് പറഞ്ഞുതരാം. സൈക്ലോ ഓക്സിജനേസ് പാത്വേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി കാസ്പേസ് പാത്വേ എന്ന് പറഞ്ഞാൽ, കാസ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടിയേസ് ഫാമിലിയാണ്. ഇറ്റ് ഈസ് എ ഫാമിലി ഓഫ് പ്രോട്ടിയേസ് എൻസൈംസ്. what is the role of that? It is essential for the programmed cell death. Okay, അതായത് അപ്പോട്ടോസിസ് നമ്മൾ നേരത്തെ പഠിച്ചത് ആൻഡ് പൈറോട്ടോസിസ്, ഈ 2 ടേംസ് യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, ആൻഡ് ദെൻ ഇൻഫ്ലമേഷൻ ബൈ ദി പ്രോസസ്സിംഗ് പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകോസിൻ നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. അതായത് കാസ്പേസ് പാത്വേ ഇസ് നോട്ട് റിലേറ്റഡ് ടു പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഓക്കെ, ദിസ് ഈസ് ഹൗ യു ഹാവ് ടു എലിമിനേറ്റ്. എക്സാമിന് പഠിക്കുമ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചാൽ മതി. ഷുഡ് ബി വെരി ബ്രീഫ്. ഇനി ലൈപ്പോ ഓക്സിജനേസ് പാത്വേ. ഇറ്റ് ഈസ് എ മെറ്റാബോളിക് route for arachidonic acid. It produces leukotrienes, not prostaglandins. Okay, next one is notch signaling pathway. It is a notch signaling, it's a cell signaling. In the word itself there is a signaling, so it will be a cell signaling pathway. For what purpose? Cell fate, determination, differentiation, proliferation, apoptosis, like that. So it is not related to prostaglandin, but it is not a, it is a cell signaling pathway, not a biochemical pathway for lipid mediator synthesis. For the time being, just study പ്രോസ്റ്റാഗ്ലാൻഡിന് വേണ്ടിയിട്ടുള്ള സൈക്ലോക്സിസ് മാത്രമേ, റെസ്റ്റ് 3 ആർ നോട്ട് റിലേറ്റഡ് ടു പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഓക്കെ, നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണ്ടി ആഡ് ചെയ്തതാണ്. ഇനി അനാപ്ലേസിയ എന്താണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അനാപ്ലേസിയ ഇസ് റിലേറ്റഡ് ടു ലാക്ക് ഓഫ് ഡിഫറൻസിയേഷൻ. അറിയാലോ എന്താണ് അനാപ്ലേസിയ ഉദ്ദേശിക്കുന്നത്. ഇനി ലാക്ക് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹോൾമാർക്ക് ഫീച്ചർ ഓഫ് എ മാലിഗ്നൻസി. അതായത് ക്യാൻസറിന് ഹോൾമാർക്ക് ഫീച്ചർ ആണ് എന്തായിരിക്കും? ലാക്ക് ഓഫ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ അനാപ്ലേസിയ. ഡിസ്പ്രൊപ്പോർഷനാലിറ്റി ഇൻ എ ലാർജ് ന്യൂക്ലിയസ്. Disproportionality in large nucleus. Anaplasia cells do not have a disproportionately large nucleus. Okay, then replacement of one cell type by another. That process is called metaplasia. You have to study the difference between anaplasia and metaplasia. Then this is easy question. Okay, disordered growth. Disordered growth is a description of a dysplasia. So in this question you can see three things. First one is anaplasia, next one is metaplasia, then is dysplasia. Okay, so let me explain in brief one more time. Okay, anaplasia means loss of structure and functional differentiation of cells. So what is anaplasia? Lack of differentiation. Disproportionality is not seen in anaplasia. Replacement of one cell by another, it is called a metaplasia. Disordered growth is seen in dysplasia. Okay, it is a pre-neoplastic condition. This one 18 is a moderate question. Okay, you have to study, then only you will get that answer. Okay, major cytokines involved in fibrosis. So
TGF beta. It's a moderate to severe question. Okay. So if you don't get the question, just skip. Okay. 19th question is a easy question. Okay. So calculate the volume of blood of a drug. If the total drug in the body is 500 mg and plasma concentration 10 mg by deciliter, you have to study the equation and directly substitute, you'll get the answer. So what is the equation? Total amount of the drug in the body divided by plasma drug concentration. So what is the total amount of drug? 500 mg divided by 10 mg per liter. So mg and get cancel, you will get a answer 50 liter. So option B is the answer. It's a easy question. 20th question, it's a moderate question, not very easy. You have to think. You have to think scientifically, then only you will get answer. Or logically. Scientifically, logically, scheme. A drug which has a high plasma protein binding will have the following properties except. So the answer will be high volume of distribution. Yeah, I'll explain. Okay, first of all, you have to study, you have to understand the bound fraction is largely inactive. Okay, so you can eliminate the option C, bound fraction not available for action. Okay, and that means except, so it is included. That means bound fraction is largely inactive. So you can eliminate the option C. Okay, so next one, long action. So option coming to option B, why the option B is incorrect? High protein binding means a smaller free fraction available for metabolism. What does it mean? അതായത് ലീഡിങ് ടു സ്ലോവർ എലിമിനേഷൻ റേറ്റ്, അതായത് ലോങ്ങർ ഡ്യൂറേഷൻ. ഇത്രേ ഉള്ളൂ. ലോങ് ആക്ടിങ് ആയ സംഭവം, അതായത് ഹൈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ, ഹൈ പ്രോട്ടീൻ സൈസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഫ്രീ ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? സ്ലോവർ എലിമിനേഷൻ റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും? സ്ലോ ആയിട്ട് എലിമിനേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ലോങ്ങർ ഡ്യൂറേഷൻ ആയിരിക്കും. അതായത് ഇപ്പം നമ്മളൊരു ക്യൂവിൽ 10 പേര് നിൽക്കുക, സ്ലോ ആയിട്ട് ക്യൂ നീങ്ങുവാണെങ്കിൽ എന്ത് പറ്റും? ലോങ്ങർ സമയം എടുത്തിട്ടേ ക്യൂ നമ്മൾ എൻഡ് ചെയ്യത്തുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ഡിഫിക്കൽട്ട് റിമൂവ്ഡ് ബൈ ഹീമോഡയാലിസിസ്. വാട്ട് ഈസ് ഹീമോഡയാലിസിസ്? ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ റിമൂവ്സ് ദ ഫ്രീ അൺബോണ്ട് ഡ്രഗ് ഫ്രം ദ പ്ലാസ്മ. ശരിയല്ലേ? അൺബോണ്ട് ഡ്രഗ് ഫ്രം ദ പ്ലാസ്മ. ഇനി ഡ്രഗ്സ് വിത്ത് ഹൈ പ്രോട്ടീൻ ബൈൻഡിങ് എന്തായിരിക്കും? ഹൈ പ്രോട്ടീൻ ബൈൻഡിങ്, അതായത് പ്രോട്ടീൻ കൂടുമ്പോൾ എന്തായിരിക്കും? സെയിം എക്സ്പ്ലനേഷൻ. ലോങ് ആക്ടിങ്ങിന്റെ സെയിം എക്സ്പ്ലനേഷൻ. വെരി ഫ്രീ ഡ്രഗ് ഇൻ ദ പ്ലാസ്മ, സോ ഡിഫിക്കൽട്ട് റിമൂവ് എഫക്റ്റീവ്ലി ബൈ ദിസ് മെത്തേഡ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ 21 ഇച്ചിരി ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് വൺ, ഇതിലേതാണ് ലിഗാൻഡ് ഗേറ്റഡ് റിസെപ്റ്റക്കിൾ? ആൽഫ 1 മസ്കാരിൻ അല്ലെങ്കിൽ ഡോപ്പമിൻ, നിക്കോട്ടിൻ. എന്നാലും ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. ആൻസർ എന്ന് പറഞ്ഞാൽ നിക്കോട്ടിൻ ഡി ആണ്. നിക്കോട്ടിൻ റിസെപ്റ്റേഴ്സിന്റെ ടൈപ്പ് ഓഫ് നിക്കോട്ടിൻ അസറ്റേക്കോളിൻ റിസെപ്റ്റേഴ്സ് അയണോട്രോഫിക് ആയിരിക്കും. യു നോ വാട്ട് ഈസ് അയണോട്രോപ്പി, റൈറ്റ്? ഇനി അയണോട്രോപ്പി റിസെപ്റ്റേഴ്സ് ആർ ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ് വെൻ അസറ്റേക്കോളിൻ. I hope you know what is acetylcholine receptors, acetylcholine ligand. What will happen? Acetylcholine എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. ഇതുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ദേ ഓപ്പൺ ക്വിക്ലി. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു അയോൺ ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ക്വിക്ലി ഓപ്പൺ ആൻഡ് അയോൺ ചാനൽ. അതേപോലെ ഓപ്ഷൻ എ, ബി, സി എന്ന് പറഞ്ഞാൽ ഓൾ മെറ്റാബോട്രോഫി റിസെപ്റ്റേഴ്സ് ആയിരിക്കും. അതായത് സ്പെസിഫിക് ആയിട്ട് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസെപ്റ്റേഴ്സിനെ കുറിച്ച്. ഇതിങ്ങനെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഇതിന്റെ ബേസ് മുതൽ പഠിച്ചാലേ പിടി കിട്ടത്തുള്ളൂ. ഇതൊരു ടഫ് ക്വസ്റ്റൻ ആണ്. ഐ അക്സെപ്റ്റ് ദാറ്റ്. ഓക്കെ, ഇനി ഒരു ലിഗാൻഡ് ഒരു വാട്ട് എവർ ബി ദ ലിഗാൻഡ്, അത് പോയിട്ട് മെറ്റാബോട്രോപ്പിക് റിസെപ്റ്റേഴ്സിലോട്ട് ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ഇനിഷ്യേറ്റ് എ സ്ലോവർ മൾട്ടി സ്റ്റെപ്പ് സിഗ്നലിംഗ് കാസ്കേഡ് സ്റ്റെപ്പ് ഇൻവേർഡ്. ആ സമയത്ത് എന്ത് പറ്റും? ജി പ്രോട്ടീൻസ് ആൻഡ് സെക്കൻഡറി മെസ്സേഞ്ചേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യും. ആ സമയത്ത് എന്ത് പറ്റും? ഇറ്റ് ഡസിൻ ഓപ്പൺ ദ അയോൺ ചാനൽ. അതുകൊണ്ടാണ് ഓപ്ഷനും എയും ബിയും സിയും ആയി. ഇപ്പൊ എയും ബിയും സിയും ഇത് എന്തുമായിട്ട് ഇതുമായിട്ട് ഇതാക്കുമ്പോഴത്തേക്കും ചാനൽ ഓപ്പൺ ചെയ്യത്തില്ല. പക്ഷെ നിക്കോട്ടിൻ ആണെങ്കിൽ എന്ത് പറ്റും? അതൊരു അയണോട്രോപ്പി റിസെപ്റ്റർ ആയതുകൊണ്ട് ഇതിന്റെ ചാനൽ ഓപ്പൺ ചെയ്യും. ഇത്രയുള്ള എക്സ്പ്ലനേഷൻ കേട്ടോ. ഇത് എഴുതിയേക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതന്നേ ഉള്ളൂ. ഇറ്റ്സ് എ ടഫ് ക്വസ്റ്റ്യൻ. 22 ഇറ്റ്സ് എ മോഡറേറ്റ് ക്വസ്റ്റ്യൻ. പഠിച്ചാൽ കിട്ടും, അത്രേ ഉള്ളൂ. ഇനി ചൂസ് ദ ഡ്രഗ് വിച്ച് ഈസ് എ CYP3A4 എൻസൈം ഇൻഹിബിറ്റർ. ഇത്രയും വലിയ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കും കേട്ടോ. ഡോണ്ട് വറി. ഇനി റിഫാംബസിൻ, നമ്മൾ ആദ്യം മനസ്സിൽ റിഫാംബസിൻ എർത്രോപേസി TB ആയിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം പോണത്. ബന്ധമൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ഇതായിട്ടല്ല ഒരു ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ആൻസർ വരുന്നത് എറിത്രോമൈസിൻ ആണ്. ദിസ് വൺ ഈസ് എ മോഡറേറ്റ് സ്ട്രോങ് ഇൻഹിബിറ്റർ ഓഫ് ഈ എൻസൈം. CYP3A4 എൻസൈമിന് ഇൻഹിബിറ്റർ ആയിരിക്കും. ഇനി എന്താണ് ഇതിന്റെ ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് വിൽ ബൈൻഡ് ടു ആൻഡ് ഇനാക്ടിവേറ്റ് ദ എൻസൈം. ഇറ്റ് വിൽ ബൈൻഡ് ചെയ്തിട്ട് ഈ എൻസൈമിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? വിച്ച് ക്യാൻ ലീഡ് ടു ആൻ ഇൻക്രീസ് ലെവൽ ഓഫ് അതർ ഡ്രഗ്സ്. ഈ ഡ്രഗ്സിനെ അല്ല, അതർ ഡ്രഗ്സിനെ ഈ എൻസൈം വെച്ച് മെറ്റാബോളിസ് ചെയ്യുന്ന അതർ ഡ്രഗ്സിനെ എന്ത് ചെയ്യും? ഇതിന്റെ ലെവൽസ് ഇൻക്രീസ് ചെയ്യും. വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ പൊട്ടൻഷ്യലി കോസ് എ ടോക്സിസിറ്റി. ഇത്രയേ ഉള്ളൂ അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്കി 3 സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇൻകറക്റ്റ് വന്നാൽ, റിഫാംബസിൻ ഒരു പൊട്ടൻ ഇൻഡ്യൂസർ ആണ്.
ഇൻഹിബിറ്റർ എർത്രോമൈസിനുള്ള, അതുപോലെ ഫിനോബാർബിറ്റോൺ അല്ലെങ്കിൽ ഫിനോബാർബിറ്റോൾ രണ്ടും, ഇതും ഇൻഡ്യൂസർ ആണ്, ഇൻഹിബിറ്റർ അല്ല. ഓക്കെ, ഇനി ഇത് ഇൻഡ്യൂസർ ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ഇറ്റ് വിൽ സ്പീഡ് അപ്പ് ദ മെറ്റാബോളിസം അതർ ഡ്രഗ്സ്. അപ്പോൾ എന്ത് ചെയ്യും, അതിന്റെ കോൺസെൻട്രേഷൻ ബോഡിയിൽ കുറയ്ക്കുവാണ് ചെയ്യുക, മനസ്സിലായോ? മറ്റേതെന്താ, കൂട്ടുക ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ടോക്സിസിറ്റി ഉണ്ടാവും. ഓക്കെ, കമ്മിങ് ടു ഓപ്ഷൻ ഡി, ഫിനോട്ടോയിൻ, ഇറ്റ് ഈസ് ഓൾസോ എ സ്ട്രോങ് ഇൻഡ്യൂസർ. പിടികിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. 23, it's an easy question. Amount of drug needed to produce a certain response. ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് പറ്റുന്നതാണ്. ഓപ്ഷൻസ് ചെയ്യണം, പൊട്ടൻസി വേണം. പക്ഷേ എന്നാലും ഞാൻ ബാക്കിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പറയാം. പൊട്ടൻസി എന്ന് പറഞ്ഞാൽ, അതായത് ഓപ്ഷൻ സി എന്ന് റെഫേഴ്സ് ടു എമൗണ്ട് ഓഫ് ഡ്രഗ് നീഡഡ് ടു പ്രൊഡ്യൂസ് സ്പെസിഫിക് എഫക്ട് ഓഫ് എ ഗിവൺ ഇൻറ്റൻസിറ്റി. അതായത് പീഡിയാട്രിക് ഡ്രഗ് നമ്മൾ കൊടുക്കുന്നു, അഡൽട്ട് ഡ്രഗ് നമ്മൾ കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, പാരസിറ്റമോൾ എല്ലാവർക്കും ഡ്രഗ് നമ്മൾ എത്രയാണ്, 500 അല്ലെങ്കിൽ ഡോളോ 650 ഇങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ പീഡിയാട്രിക് നമ്മൾ എത്ര കൊടുക്കുന്നത്, 250 ആണ് കൊടുക്കുന്നത്. ഇനി അതിലും കുഞ്ഞാണ്, 12 ഇയേഴ്സിൽ കുറവാണ്, അല്ലെങ്കിൽ ഒരു 4 ഇയേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, 3 ml അല്ലെങ്കിൽ 5 ml ഒക്കെ കൊടുക്കാൻ പറയും. സെയിം സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ് ഞാൻ കൂടുതൽ ക്ലിനിക്കൽ സിനാരിയോ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ക്ലിനിക്കൽ സിനാരിയോ ഓർത്താൽ നിങ്ങൾക്ക് എക്സാമിനേഷന് ക്രാക്ക് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി എഫിക്കൻസി മീൻസ് റെഫേഴ്സ് ടു ദ മാക്സിമം റെസ്പോൺസ് ഓഫ് എ ഡ്രഗ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് റിഗാർഡ്ലെസ് ഓഫ് ദ ഡോസ്. അതായത് ഡോസ് എത്ര ആയിക്കോട്ടെ, മാക്സിമം റെസ്പോൺസ് ആ ഡ്രഗിൻ്റെ എത്രയാണ് എഫിക്കൻസി, അതാണ് ഉദ്ദേശിക്കുന്നത്. ബയോ അവൈലബിലിറ്റി നമ്മൾ ഫാർമക്കോളജി പഠിച്ചിട്ട് പ്രൊപ്പോർഷൻ ഓഫ് എ ഡ്രഗ് ദാറ്റ് എൻഡേഴ്സ് ഇൻ ദ സർക്കുലേഷൻ വെൻ ഇൻട്രൊഡ്യൂസിങ് ഇൻ ദ ബോഡി എനേബിളിംഗ് ഇറ്റ് ഇനാക്റ്റീവ് അല്ല, ഒരു ആക്റ്റീവ് എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ സർക്കുലേഷൻ എൻ്റർ ചെയ്തിട്ട് ഒരു ആക്റ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുക, അതേയുള്ളൂ. ഓക്കെ ആണല്ലോ. ഹിസ്റ്റമിൻ ആൻഡ് അഡ്രിനാലിൻ ഈസ് ആൻ ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് പ്യുവർലി ഫാർമക്കോളജിയാണ് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന ആൻറ്റാഗോണിസ്റ്റ്, അനഗോണിസ്റ്റ്, അങ്ങനെ കെമിക്കൽ, ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, ആ പാഠത്തിൽ വരുന്നതാണ്, ആ ചാപ്റ്ററിൽ വരുന്നതാണിത്. അപ്പോൾ ആൻസർ വന്ന ഫിസിയോളജിക്കൽ ആൻറ്റാഗോണിസ്റ്റ് ആണ്. അപ്പം എന്തൊക്കെയാണ് ഫിസിയോളജിക്കൽ ആൻറ്റാഗോണിസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫിസിയോളജിക്കൽ ആൻറ്റാഗോണിസ്റ്റിന്റെ വേറൊരു പേര് സിനോണിം ആണ് ഫങ്ഷണൽ ആൻറ്റാഗോണിസ്റ്റ്. what will it do, it act on the different receptors അല്ലെങ്കിൽ യൂസ് ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ പാത്വേ ടു പ്രൊഡ്യൂസ് ഒപ്പോസിങ് എഫക്റ്റ്. അപ്പോൾ എന്ത് പറ്റും, ഒരു ഒപ്പോസിങ് എഫക്റ്റ് ചെയ്യുമ്പോൾ എഫക്റ്റീവ്ലി ക്യാൻസൽ ഈച്ച് അതേഴ്സ് ആക്ഷൻസ് ഔട്ട്. രണ്ടും ഒരു ത്രാസ് പോലെ, ഒരു ഒരു സീസോ ഒക്കെ പോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ എന്താണ് ഹിസ്റ്റമിൻ, എന്താണ് അഡ്രിനാലിൻ എന്ന് പറഞ്ഞത്, ചിലപ്പോൾ അങ്ങനെ പറയുമ്പോൾ പിടികിട്ടും. ഇപ്പോൾ ഞാൻ പറയാം, ഫാർമക്കോളജി പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ കയറത്തില്ല, കാരണം ഇതിനെക്കുറിച്ച് കുറച്ചൊരു ഹാഫ് ആൻ അവർ ക്ലാസ് എടുത്താലേ തലയിൽ കയറത്തുള്ളൂ കേട്ടോ. ഹിസ്റ്റമിൻ ഈസ് എ സ്ട്രോങ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ബൈ ബൈൻഡിങ് H1 റിസപ്റ്റേഴ്സ്. ഈ റിസപ്റ്റേഴ്സ് എന്താണെന്ന് പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, ബ്രോങ്കോ കൺസ്ട്രക്ടർ ആണ്, അങ്ങനത്തെ ആയിരിക്കും. അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ കോസസ് ബ്രോങ്കോ ഡൈലേഷൻ ആയിരിക്കും. ഇനി ബൈൻഡിങ് ബീറ്റ ടു അഡ്രിനൽ റിസപ്റ്റേഴ്സ് ആയിരിക്കും. നമ്മളൊരു ഇത് പഠിച്ചിട്ടില്ലേ, A2 B2 α2 β1 β2 അങ്ങനെ കുറേ സാധനം പഠിച്ചിട്ടില്ലേ, അതേ ഉള്ളൂ. ഇനി അഡ്രിനാലിൻ എന്ന് പറ്റും, ബിക്കോസ് ഓപ്പോസിങ് എഫക്ട്സ് ത്രൂ ഡിഫറെൻറ്റ് റിസപ്റ്റർ, സെയിം ആയിട്ടായിരിക്കും ഇത് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, അഡ്രിനാലിൻ ഈസ് എ ഫിസിയോളജിക്കൽ ആൻറ്റാഗോണിസ്റ്റ് ഓഫ് ഹിസ്റ്റമിൻ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാഫൈലാസിസ് ഒക്കെ കഴിച്ചു, അതായത് ഇപ്പോൾ കൊഞ്ച് കഴിച്ചു ചൊറിച്ചിൽ വന്നു, റാബിറ്റിൻ്റെ ഇത്, അല്ലെങ്കിൽ എന്താണ് ബീഫ് കഴിച്ചു ചൊറിഞ്ഞു ചടിക്കുക, അതാണ് ഈ അനാഫൈലാസിസ്. ഇത് അങ്ങനെ, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ്, ചില മെഡിസിൻ കഴിച്ചിട്ട് സ്വെല്ലിങ് ഇച്ചിങ് ഒക്കെ വന്നു, അപ്പോൾ നമുക്ക് അനാഫൈലാസിസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിസ്റ്റമിനൊക്കെ നമ്മൾ അഡ്രിനാലിൻ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി ബാക്കി ഓപ്ഷൻസ് എന്താണ് ഇൻകറക്റ്റ് എന്ന് ചോദിച്ചാൽ, ഫിസിക്കൽ ആൻറ്റാഗോണിസ്റ്റ്, ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക എന്നുള്ള അർത്ഥം. ബൈൻഡ്സ് ടു ഡ്രഗ് ഫിസിക്കലി ടു പ്രിവെൻറ്റ് അബ്സോർപ്ഷൻ. ഒന്നിന് മേലെ ഒന്ന് കയറിയുന്ന എന്ത് പറ്റും, അതിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത്, അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആക്ഷൻ. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചാർക്കോൾ ബൈൻഡിങ് ടു ടോക്സിൻസ് ഇൻ ദ ഗട്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, ഗട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചാർക്കോളായിട്ട് അങ്ങനെ ഒരു കാര്യം കൊടുക്കുന്നതെന്ന്. അപ്പം ഹിസ്റ്റമിനും അഡ്രിനാലും ഈ രീതിയിൽ റിയാക്ട് ചെയ്യത്തില്ല. അതുപോലെ കെമിക്കൽ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, കെമിക്കലി അതിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചീലേറ്റിംഗ് ഏജൻസ് ബൈൻഡിങ് വിത്ത് ഹെവി മെറ്റൽസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോയിസണിങ് കേസിലൊക്കെ നമ്മൾ ചീലേറ്റിംഗ് ഏജൻസ് കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പോയിസണിങ് കേസസ് ഒക്കെ കേട്ടോ. ഇനി ഹിസ്റ്റമിനും അഡ്രിനാലിനും ഈ ഏരിയയിൽ യൂസ് ചെയ്യത്തില്ല. ഇനി റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ റിസപ്റ്ററിനെ എന്ത് ചെയ്യും, അതിൻ്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്യുന്ന റിസപ്റ്ററിൻ്റെ ആൻറ്റാഗോണിസ്റ്റ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എഴുതിയിട്ടില്ല കേട്ടോ, എഴുതാം, നെക്സ്റ്റ് സെഷനിൽ പറയാം. അഡ്രിനാലിനും ഹിസ്റ്റമിനും ഈ രീതിയിൽ ആക്ട് ചെയ്യത്തില്ല കേട്ടോ, നോട്ട് ഓൺ സെയിം മണ്ടിൽ ആക്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുവാണ്, അതിൻ്റെ റിസപ്റ്റർ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും, അതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആൻറ്റാഗോണിസ്റ്റ്, ഓപ്പോസിങ് ഏതാക്കുന്നത് കേട്ടോ. ഇനി ഇതൊരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആണ്, ബെറ്റാലിപ്പോ പ്രോട്ടീനീമിയ, വലിയ പേരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 2-3 രീതിയിൽ ഞാൻ പറഞ്ഞുതരാം.
ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്പൈനോ സെറിബെല്ലർ അറ്റാക്സിയ, മ്യൂട്ടേഷൻ, MTTP ജീൻ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കും കേട്ടോ. യൂറിനറി സെവനിങ് കീറ്റോ സ്റ്റെറോയിഡ് എക്സ്ക്രീഷൻ ഈസ് ഇൻക്രീസ്ഡ്, എക്കാന്തോസിസ് നൈഗ്രൻസ് ഈസ് സീൻ. അപ്പോൾ എക്കാന്തോസിസ് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് എവിടെ ഉണ്ടെന്ന് 4 ഓപ്ഷൻ നൽകി, ഇത് രണ്ടിൽ ഏതെങ്കിലും ഓക്കെ. പക്ഷെ അങ്ങനെയല്ല പോകുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഇനി സ്പൈനോ സെറിബെല്ലർ അറ്റാക്സിയ, ഇതെന്തോ ഒരു ന്യൂറോളജിക്കൽ സിംറ്റംസ് ആണ്. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി കാരണം എന്ന് പറഞ്ഞാൽ ക്രോണിക് മലബ്സോർപ്ഷൻ ആൻഡ് ഡെഫിഷ്യൻസി, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്, എക്സ്പെഷ്യലി വൈറ്റമിൻ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്, വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ഏതാണെന്ന് അറിയാം എന്ന് പ്രതീക്ഷിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു. ഓക്കെ. അതുപോലെ മ്യൂട്ടേഷൻ MTTP ജീൻ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ കിട്ടത്തില്ല, എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഈ ജീൻ എന്ത് ചെയ്യുന്നത്, ഇറ്റ് പ്രിവെൻസ് പ്രോപ്പർ അസംബ്ലി ആൻഡ് സെക്രീഷൻ ഓഫ് ഈ പ്രോട്ടീൻ ബി കണ്ടെയ്ൻ ലൈപ്പോപ്രോട്ടീൻസ്, കൈലോമൈക്രോൺസ്, VLDL, LDL, HDL കാര്യങ്ങളുണ്ട്, നമ്മുടെ കൊളസ്ട്രോൾ ഉണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും, ട്രാൻസ്പോർട്ട് ഡയറ്ററി ഫാറ്റ്സ് ആൻഡ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ത്രൂ ഔട്ട് ദ ബോഡി, ഇതാണ് ഉദ്ദേശിക്കുന്നത് അവർ. ഓക്കെ, ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ. ഞാൻ ബാക്കി ഓപ്ഷൻസ് എന്താണ് ഇൻകറക്റ്റ് ആയി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 25ന്റെ കറക്റ്റ് ഓപ്ഷൻ 1ഉം 2 ആണ് വരുന്നത്, 1ഉം 2 ആണ്. ഇനി 3ഉം 4ഉം എന്താണ് തെറ്റായെന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. യൂറിനറി 13 keto steroid excretion is increased. This is not feature of beta lipoprotein, വലിയതാണ്. ഇനി ഈ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ സംഭവം വിച്ച് പ്രൈമറി അഫക്ട് ലിപ്പിഡ് മെറ്റാബോളിസം, ന്യൂറോളജിക്കൽ ഓഫ്താൽമോളജി സിസ്റ്റം ഡ്യൂ ടു വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്. ഓക്കെ, പിന്നെ ഇതും MTTP ജീനുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോൾ ഈ കൈൻഡ് ഓഫ് ജീൻ PYQൽ ഏതൊക്കെ ജീൻസ് വന്നിട്ടുണ്ട്, ഏത് ഏരിയ എന്നാണ് വന്നത്, അതിൻ്റെ ന്യൂറോളജിക്കൽ കണ്ടീഷൻ, ഓഫ്താൽമോളജിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ക്ലിനിക്കൽ സിനാരിയോ എന്തെന്ന് പഠിച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ക്രാക്ക്. ഇല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ചുമ്മാ പോയിട്ട് കുത്തിയാൽ നമുക്ക് നടക്കത്തില്ല. എലിമിനേഷനും ഇതിൽ നോക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇനി ഇവിടെ ഒരു തെറ്റ് വരുന്നത്, ചിലർക്കൊണ്ട് അക്കാന്തോസിസ് നൈഗ്രൻസ് എന്ന് കണ്ടതാണ്. പക്ഷേ അക്കാന്തോസൈറ്റോസിസ് എങ്ങാനും പഠിച്ചിട്ടുണ്ടല്ലോ, ഇത് എവിടെ ഒരു ബന്ധം ഉണ്ടെന്ന് കരുതിയിട്ട് ഇതും ഒന്നാന്ന് കരുതി ചിലർ പോയിട്ട് മാർക്ക് ചെയ്യും കേട്ടോ. പക്ഷേ ഇതും രണ്ടാണ്. ഇനി ഈ അബറ്റലോലിപ്പിലും വലിയതാണ്, എനിക്കും വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എക്കാന്തോസൈറ്റോസിസ്. ഇനി എക്കാന്തോസൈറ്റോസിസ് എന്ന് ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ വേറെ RBCs ആർ സ്പൈക്ക് ആൻഡ് സ്റ്റാർ ഷേപ്ഡ് ഇങ്ങനെ ഇരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹെമറ്റോളജി കാര്യമാണ്. പക്ഷേ എക്കാന്തോസിസ് നൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്കിൻ കണ്ടീഷൻ ആയിരിക്കും, ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ക്യാരക്ടൈസ്ഡ് ബൈ ഡാർക്ക് വെൽവെറ്റി പാച്ചസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഒരിക്കലും പ്രോട്ടീനായിട്ട് മാത്രമായിട്ട് അവർ പറയുന്നില്ല കേട്ടോ. ഡയബറ്റിസ്, ഒബിസിറ്റി അല്ലെങ്കിൽ സർട്ടൺ മാഗ്നൻസി. 25 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇതിനെപ്പറ്റി അധികം ബേസ് നോളജ് കുറവായതുകൊണ്ടായിരിക്കും. കാര്യമാക്കണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട്ട് ചോദിക്കണം കേട്ടോ, ഐ വിൽ എക്സ്പ്ലെയിൻ. ഇതിൻ്റെ PPTയും കൂടെ ഞാനൊന്ന് ഇതിലോട്ട് ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹം. വെരി ബി വെരി ഹാപ്പി വെൻ യു സീ ഇൻ ദ റാങ്ക് ലിസ്റ്റ്. ഓക്കെ.